ഒമർ അബ്ദുള്ള ബദ്ഗാമിൽ ലീഡ് ചെയ്യുന്നു. 88 വോട്ടുകൾക്ക് ആദ്യഘട്ടത്തിൽ വരികയാണ് ഒമർ അബ്ദുള്ള. അതായത് കശ്മീരിൽ ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള നേതാവാണ് ഒമർ അബ്ദുള്ള ലീഡ് ചെയ്യുന്നത്. സ്വാഭാവികമായും NC+ സഖ്യമാണ് അവിടെ അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ ആയിരിക്കാനാണ് സാധ്യത. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ ഇന്ത്യ സഖ്യം കാശ്മീരിൽ അധികാരത്തിൽ വന്നാൽ ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഒമർ അബ്ദുള്ള 2 മണ്ഡലങ്ങളിലാണ് ഇത്തവണ മത്സരിച്ചിട്ടുള്ളത്. ഗാന്ദർബലും ബഡ്ഗാമിലുമാണ് ഒമർ അബ്ദുള്ള മത്സരിക്കുന്നത്. ആ 2 സീറ്റിലും ഒമർ അബ്ദുള്ള ലീഡ് ചെയ്യുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതോടൊപ്പം ദുഷ്യന്ത് ചൗട്ടാല ലീഡ് ചെയ്യുന്നില്ല. ദുഷ്യന്ത് ചൗട്ടാല പിന്നിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 മണ്ഡലങ്ങളുണ്ടല്ലോ. ഒന്ന് കുൽഗാം, തരിഗാമി മത്സരിക്കുന്ന CPIM-ന്റെ സീറ്റ്, മറ്റൊന്ന് ഭിവാനി, CPIM-ന്റെ ഓം പ്രകാശ് മത്സരിക്കുന്ന സീറ്റ്. ആ 2 മണ്ഡലങ്ങളിലെയും ലീഡ് നില പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും നമുക്ക് അത് ഒരു പക്ഷേ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ഹരിയാനയിൽ INC സഖ്യത്തിൻ്റെ 50 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതിൽ ഒരു പക്ഷേ അതും ഉണ്ടാകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു, ഹരിയാനയിൽ ഒരു സീറ്റിലാണ് CPIM മത്സരിക്കുന്നത്. അത് ഹരിയാനയിലെ ഭിവാനി മണ്ഡലത്തിലാണ് CPIM സ്ഥാനാർത്ഥി ഓം പ്രകാശ് മത്സരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഓം പ്രകാശ് പിന്നിൽ നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്.